മലയാള കവിതാവേദിയിലെ ഏറ്റവും പ്രഭാമയമായ സാന്നിധ്യമായി കാവ്യ കൈരളിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായി നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് നേടിത്തരുന്ന നമ്മുടെ പ്രിയങ്കരനായ കവി പ്രഭാവർമ്മ ഇന്ത്യയിലെ തന്നെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമായ സരസ്വതി സമ്മാനത്തിന് അർഹനായ ആ സന്തോഷ വർത്തമാനം നമുക്കേവർക്കും ഏറെ അഭിമാനം പകർന്ന ഒന്നാണ്. സരസ്വതി സമ്മാനം മാത്രമല്ല, ഇതപര്യന്തം കാവ്യജീവിതത്തിൽ അദ്ദേഹം നേടിയ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ സാക്ഷ്യപത്രങ്ങളായി നിൽക്കുമ്പോഴും വളരെ അരുമയോടെ ഹൃദയത്തോട് ചേർക്കുന്ന അതിസുഖേയമായ അദ്ദേഹത്തിൻ്റെ വരികൾ അവ തന്നെയാണ് നമ്മെ എല്ലാവരെയും ഈ വേദിയിലേക്കും അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്കും വീണ്ടും വീണ്ടും ആനയിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന കലോത്സവങ്ങളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം പരിശോധിച്ചാൽ, അതുപോലെ കൈരളി TV നടത്തിയ മാമ്പഴം പരിപാടി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആലപിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയുടെ കവിതയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്രമാത്രം സംഗീതാത്മകമാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. വളരെ മനോഹരമായിട്ടുള്ള പ്രതീകങ്ങളിലൂടെ ആശയങ്ങൾ സഹൃദയരിലേക്ക് സംവേദനം ചെയ്യാനുള്ള കഴിവും കൃത്യമായ രീതിയിൽ കൈയടക്കത്തോടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പെർഫെക്ഷനുമെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ കവിതാ ലോകത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള കവികളിലൊന്നായി അദ്ദേഹം നിൽക്കുകയാണ്. ഭാരതീയ ക്ലാസിസിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി നമുക്ക് അദ്ദേഹത്തെ കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ അതിലോല ഭാവങ്ങളുള്ള ഒരു കാൽപ്പനിക മനസ്സ് അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ആ വൈരുദ്ധ്യങ്ങളാണ് രൗദ്ര സാത്വികം എന്നുള്ള വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ വൈരുദ്ധ്യങ്ങളാണ് ഒരുപക്ഷെ പ്രഭാവർമ്മയുടെ കവിതയുടെ സ്വഭാവം എന്നാണ് അത് വായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണ വായനക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. പ്രഥമ ദൃഷ്ട്യ പ്രഭാവർമ്മ ഗൗരവക്കാരനാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സ്നേഹാർദ്രവും വിലോല ഭാവങ്ങളുള്ളതുമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം എനിക്ക് ചെറുതായി ലഭിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയെ സംബന്ധിച്ചും എനിക്ക് പറയാനുള്ളത്. പ്രഥമ ദൃഷ്ട്യ ക്ലാസിസിസ്റ്റ് പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ ഊർജം ആവാഹിച്ചുകൊണ്ട് അക്ഷയമായിട്ടുള്ള പ്രതീകങ്ങളുടെ ഖനി എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാഭാരതത്തിൻ്റെയും മറ്റും ഉള്ളറകളിൽ നിന്ന് ഊർജമാവാഹിച്ചുകൊണ്ട് തന്നെ സഗൗരവം എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ ലോലഭാവങ്ങൾ അതിലൊക്കെ അതികാൽപ്പനികമായി തന്നെ പ്രകടിതമാകുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. ശ്യാമമാധവം എന്ന ആ കവിത പ്രധാനമായും ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എന്നുള്ള നിലയ്ക്ക് തന്നെ അല്പം അതിനെക്കുറിച്ച് പറയണമെന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇന്ത്യയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യരുടെയും മനസ്സുകളിൽ കൗതുകമായി നിറയുന്ന ഓമന ചന്തമാണ് കൃഷ്ണൻ എന്നുള്ള ആ സങ്കല്പനം. ഏതൊരാൾക്കും ഏറ്റവും പ്രിയമോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന വ്യക്തിവിശേഷങ്ങളുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ശ്രീകൃഷ്ണൻ വരച്ചിടപ്പെടുന്നത്. ആർക്കും അവരവർക്കിഷ്ടമുള്ള പ്രകാരം വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ അനന്തമായ പാരായണ സാധ്യതകളുള്ള ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ. പക്ഷേ നമ്മളെല്ലാം ആനന്ദശീലനായിട്ടാണ് കൃഷ്ണനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ കാണാനാണ് നമുക്ക് ആഗ്രഹം. ചെറുപ്പത്തിൽ വെണ്ണക്കറ്റ് തിന്നും യൗവനത്തിൽ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചും അതിലും മുതിരുമ്പോൾ യുദ്ധത്തിനായി പ്രേരണ ചെലുത്തിയും ഒക്കെയുള്ള കുറുമ്പുകാരനായ ഒരു ശ്രീകൃഷ്ണനെയാണ് പലപ്പോഴും നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതായി കണ്ടിട്ടുള്ളത്. പക്ഷേ അതിന് ഒക്കെ അപ്പുറം കഥനങ്ങളുടെ മഹാസാഗരങ്ങളുള്ളിൽ പേറുന്ന
ഒരാളായി ശ്രീകൃഷ്ണനെ കാണാനും അത് വളരെ കൃത്യമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് പ്രഭാവർമ്മയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ശ്യാമമാധവമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ എന്തെങ്കിലും ജീവിതത്തിലൊരു സാവകാശം കിട്ടിയാൽ അത് ഒരു നൃത്തമായിട്ട് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതിന് വലിയ സാധ്യത ഉള്ള ഒരു കാവ്യമാണ് അത്. ശ്യാമമാധവത്തിൽ പറയുന്നത് പോലെ ഈ ജീവിതത്തിൽ കടന്നുപോയ കഥനഭാരമാകെ മൂർത്തിമത് ഭാവം കൊണ്ടതുകൊണ്ടാണോ കൃഷ്ണൻ കറുത്തുപോയത് എന്നുള്ള ഒരു ആശങ്ക അല്ലേ? അത്രമാത്രം അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ മുതൽ കഥനഭാരം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കുഞ്ഞാണ് ശ്രീകൃഷ്ണൻ. കാരാഗൃഹത്തിൽ പിറന്നു വീണ കുട്ടി. അമ്മ കാരാഗൃഹത്തിലിരിക്കുമ്പോൾ അച്ഛനും അമ്മയും അനുഭവിച്ച ആ വലിയ പീഡനങ്ങൾ തീർച്ചയായും ഭ്രൂണാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കും എന്ന് നമുക്ക് ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ജൂലിയ ക്രിസ്തേവയെ പോലെയുള്ളവരൊക്കെ എഴുതുന്നുണ്ട്, അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ വൈകാരികമായിട്ടുള്ള ഭേദങ്ങൾ കുഞ്ഞിന് അറിയാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ വയറ്റിലിരിക്കുമ്പോൾ തന്നെ, ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ വേട്ടയാടപ്പെടുന്ന ഒരു കുഞ്ഞ് ജനിച്ച് അധികം കഴിയും മുമ്പ് തന്നെ പെരുമഴയത്ത് പുഴ കടന്ന് നാട് കടത്തപ്പെട്ട കുട്ടി, സ്വന്തമായി പെറ്റ് കയ്യിലെടുത്ത കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന അമ്മ, ആ അമ്മയിൽ നിന്ന് അകറ്റപ്പെടുന്ന കുഞ്ഞ്, പെറ്റമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് പോറ്റി വളർത്തപ്പെടുന്ന കുഞ്ഞാണ്. അവിടെ ചാടായും മുലപ്പാലിൽ പോലും വിഷം കലർത്തിയും കാളിയൻ്റെ വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടുമൊക്കെ തന്നെ വളരുന്ന ബാല്യകാലം, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, അതിനെയൊക്കെ അതിജീവിക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ എത്രമാത്രം യാതനകളിലൂടെയും വേദനകളിലൂടെയുമാണ് ഈ മോഹന സങ്കല്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് ആ അർത്ഥത്തിൽ വായിച്ചെടുക്കുമ്പോൾ നമുക്കൊക്കെ വലിയ വേദന തോന്നുന്നുണ്ട് അല്ലേ? ശ്രീകൃഷ്ണനെ എപ്പോഴും ആനന്ദ ചിന്മയനായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന, വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിക്കേണ്ടി വന്ന ഒരു ജീവിതമായിട്ട് ചിത്രീകരിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൻ്റെ മഹാസങ്കീർണതകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കവിക്ക് മാത്രമേ അതിനെ അങ്ങനെ വിഭാവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരുപാട് സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ കൂട്ടുകാരനായി പാഞ്ചാലിക്കും രുക്മിണിക്കും രാധയ്ക്കുമൊക്കെ ക്ഷമാപൂർവം കാതുകൊടുക്കുന്ന പുരുഷനായി ശ്രീകൃഷ്ണൻ ആ കവിതയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. മക്കളെല്ലാം നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന അഭിശപ്ത ജന്മമാണ് താനെന്ന് തിരിച്ചറിയുന്നുണ്ട്. യുദ്ധം ചെയ്യാൻ വിമുഖനായി നിൽക്കുന്ന അർജുനനെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി ഗീതാവാചകങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് യുദ്ധം ജയിച്ച് നേടിയ ഭൂമി തങ്ങൾക്കാവശ്യമില്ല എന്ന് പാണ്ഡവർ നിശ്ചയിക്കുമ്പോൾ അങ്ങേയറ്റം നിരർത്ഥക ബോധം ജീവിതത്തിൽ അനുഭവിക്കുന്ന കൃഷ്ണനെ നാം കാണുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള, ഹൃദയാവർജകമായിട്ടുള്ള അപരവായനയാണ് ശ്യാമമാധവത്തിൽ നാം കാണുന്നത്. പ്രഭാവർമ്മയുടെ കവിതകളിൽ ആഢ്യബിംബങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തെ നിരന്തരം ചില സന്ദർഭങ്ങളിൽ വിമർശിക്കാറുണ്ട്. ഒരാൾ വളർന്നു വന്ന ജീവിത പരിതസ്ഥിതികളിൽ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും എഴുത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതാരുടെയും കുറ്റമല്ല. അതിമനോഹരവും ചാരുവുമായിട്ടുള്ള നിലയിലാണ് മലയാള സ്പർശമുള്ള ഇമേജുകളെ പ്രഭാവർമ്മ അവതരിപ്പിക്കുന്നത് എന്ന ശക്തമായ അഭിപ്രായമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ബിംബങ്ങളൊക്കെ
മലയാളിത്തത്തിൻ്റെ ആ ഓമനത്തമുള്ളവയെ തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ പിറന്ന് വളരുന്ന ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റെടുക്കാവുന്ന ബിംബങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാവ്യ പരമ്പര ഒരുപക്ഷെ വള്ളത്തോൾ, വൈലോപ്പിള്ളി, NN കക്കാട്, വിഷ്ണു നാരായണ നമ്പൂതിരി അങ്ങനെയുള്ള ഒരു ധാരയിലൂടെ വരുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ അവകാശിയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബിംബങ്ങളുടെ പ്രയോഗം, അതുപോലെ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ആഴത്തിലുള്ള അറിവ് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഉപയോഗപ്പെടുത്തലുകൾ, ഇതൊക്കെ ആ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയം ആധുനിക ജീവിതത്തിൽ നിന്നും വിപുലമായ പത്രപ്രവർത്തന അനുഭവങ്ങളിൽ നിന്നും സമാഹരിച്ച വൈവിധ്യപൂർണമായിട്ടുള്ള അനുഭവങ്ങളെ അദ്ദേഹം ആ ഒരു കാവ്യ പാരമ്പര്യത്തിൻ്റെ ധാരയിൽ ഉൾച്ചേർക്കുന്നു എന്നുള്ളതാണ് പ്രഭാവർമ്മയുടെ ആധുനിക കാലത്തെ കവി എന്ന നിലയ്ക്കുള്ള ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ഇന്ദ്രപ്രസ്ഥത്തിലെ പത്രപ്രവർത്തന ജീവിതത്തിൽ വിക്ഷുബ്ധമായിട്ടുള്ള ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് അടുത്തുനിന്ന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രഭാവർമ്മ ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, താൻ ജനിച്ചു വളർന്ന പരിസരത്തെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഡീക്ലാസിഫൈ ചെയ്യപ്പെട്ട് ഉത്തമമായ നിലയിൽ തന്നെ അതിസാധാരണക്കാരായ മനുഷ്യരോടൊപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് വർഗരാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താവായി നിർഭയം അദ്ദേഹം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇന്ന് കവിതയെക്കുറിച്ചുള്ള ചർച്ചയാണ്, പക്ഷേ എനിക്ക് ഇതിവിടെ പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം അത് ഒരു വലിയ മനസ്സിൻ്റെ അടയാളം തന്നെയാണ്. ഫാസിസത്തിനെതിരായിട്ടും ഹിന്ദുത്വ അജണ്ടയിൽ ഒളിപ്പിച്ച് കടത്തുന്ന രാഷ്ട്രീയമായ ഗൂഢോദ്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ സധൈര്യം നട്ടലുയർത്തി ഉറക്കെ പറയാൻ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഈ ഒരു പ്രതിബദ്ധതയുടെ അനുരണനങ്ങൾ തീർച്ചയായും ഉണ്ട്. ഒരുപക്ഷെ പോസ്റ്റ് മോഡേൺ കാലത്തെ ഘടനയിലും ഭാഷയിലും ഉള്ളടക്കത്തിലുമൊക്കെ വന്നു ചേർന്നിട്ടുള്ള ചില വിസ്ഫോടനങ്ങൾ അത് പ്രഭാവർമ്മയുടെ കവിതയെ തീണ്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. പല വിധത്തിലുള്ള പല സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള കവികൾ ഇന്ന് മലയാള കവിതാ ലോകത്തെ ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യങ്ങളായി മാറിയിട്ടുണ്ട്. അവരുടെ ഭാഷാ രീതികൾ വ്യത്യസ്തമാണ്, അവരുടെ ഉള്ളടക്കത്തിൻ്റെ തീമുകളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ് പ്രഭാവർമ്മയുടെ രചനകൾ. ഒരു പക്ഷേ ഛന്ദോബദ്ധമായിട്ട് കവിത എഴുതുന്നതിൽ ഇപ്പോൾ പ്രഭാവർമ്മയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മിയും മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ആ നിലയിൽ അതാണ് നമ്മുടെ കവിതാ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതാണ് എന്ന് വിലയിരുത്തുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയ കവിയാണ് പ്രഭാവർമ്മ. അദ്ദേഹത്തിന് സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് നമുക്ക് വലിയ അനുഗ്രഹം തന്നെയായിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കവിതയുടെ അർക്കപൂർണിമയായിട്ട് ഇനിയും ഒരുപാട് കാലം അദ്ദേഹം ജ്വലിച്ചു നിൽക്കട്ടെ. ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇടം പിടിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവ പാടി അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കട്ടെ. അത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഇന്നത്തെ കവിതകളുടെ ഞാനതിനെക്കുറിച്ച് ഒരു ആധികാരികമായ അഭിപ്രായം പറയുകയല്ല. കവിത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലാണല്ലോ പലപ്പോഴും കവിതകളുടെ രചന ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. കവിത എന്ന് നമ്മൾ കരുതിപ്പോന്നിരുന്ന പാരമ്പര്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടോടുകൂടിയല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിൽ പോലും കവിത എന്ന് വിവക്ഷിക്കപ്പെടുന്ന രീതിയിലല്ല ഇന്ന് കവിത രചിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വൃത്തങ്ങളുടെ അടിമത്തങ്ങളിൽ നിന്നൊക്കെ വിമോചിക്കപ്പെടേണ്ട കാലത്തിൻ്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വൃത്തനിബദ്ധമായ കവിത എഴുതുക എന്നുള്ളത് വളരെ അതികഠിനമായ അനുശീലനത്തോടെ അച്ചടക്കത്തോടെ മാത്രം പ്രാപ്തമാക്കാവുന്ന ഒരു കാര്യമാണ്. അത് കയ്യിലുണ്ട് എന്ന ബലം ശ്രീ പ്രഭാവർമ്മയ്ക്കുണ്ട്. കൃത്യമായ
കാവ്യ അനുശീലനത്തിലൂടെ കടന്നുപോയ ഒരു കവി എന്നുള്ള നിലയിലും മനോഹരമായ ഭാവനയിലൂടെ ഇതിഹാസങ്ങൾക്ക് അപരവായനകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള കവി എന്ന നിലയിലും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ഈടുവയ്പ്പുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ആവിഷ്കരിക്കാൻ കഴിവുള്ള കവി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കാലാതീതമായി നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കവി എന്ന നിലയിൽ മാത്രമല്ല, കവിതകളെക്കുറിച്ച് ഏറ്റവും പ്രസക്തമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന വിമർശകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ നിരൂപകൻ എന്ന നിലയിലും പ്രഭാവർമ്മയുടെ ലേഖനങ്ങൾ വളരെ ഗംഭീരമാണ് എന്ന് കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈലോപ്പിള്ളിയെക്കുറിച്ചും എം.എൻ. ബാലൂരിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ തീർച്ചയായും അവരെ കൃത്യമായി ഒപ്പിയെടുക്കുന്ന തരത്തിലുള്ളവയാണ്. വള്ളത്തോളിനെക്കുറിച്ചും ഒക്കെ തന്നെ ഏറ്റവും സ്നേഹാദരപൂർവ്വം എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ പ്രഭാവർമ്മയ്ക്ക് എൻ്റെ വിനീത നമസ്കാരങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് ഇപ്പം തന്നെ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പ്രഭാവർമ്മയുടെ കവിതകളെക്കുറിച്ച് പറയാനല്ല. യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രഭാവർമ്മയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ന് 31 വയസ്സുള്ള എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതിൽ വലിയ ഒരു പങ്കാണ് ശ്രീ പ്രഭാവർമ്മ വഹിച്ചിട്ടുള്ളത്. അവന് 2 വയസ്സുള്ള സന്ദർഭത്തിൽ ന്യൂമോണിയ ബാധിച്ച് കഫക്കെട്ടായി വളരെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ കഴിയാത്ത 23-കാരിയായ അമ്മയായിട്ട് കുട്ടിയെ മടിയിൽ വച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിരിക്കുന്ന സന്ദർഭത്തിൽ ഡൽഹി പട്ടണത്തിൽ ശ്രീ പ്രഭാവർമ്മയും ശ്രീമതി മനോരമയും കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വലിയ ഗുരുതരാവസ്ഥയിലാണ് കുട്ടി ഇരിക്കുന്നതെന്ന്. ഉടനെ തന്നെ എന്നെയും കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുകയും അവരുടെ കുട്ടിയെ ജോത്സ്നയെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ കുട്ടി ജീവിതത്തിനും മരണത്തിനും നടുവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഒരു പരിചയം എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റപ്പെട്ടു പോയ ആ സന്ദർഭത്തിൽ എനിക്ക് നൽകിയ പിന്തുണയാണ് ഇന്ന് എൻ്റെ മകൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം. ആ ഒരു വലിയ കടപ്പാട് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് എനിക്കറിയില്ല. ആ മനുഷ്യത്വത്തിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പ്രഭാവർമ്മയുടെ കവിതകളെക്കുറിച്ചുള്ള ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.